ഇന്ന് മാഘമഖം. മാഘമാസത്തിലെ മകം നക്ഷത്രത്തിന്റെ അതിപുണ്യകരമായ സംഗമം. വ്യാഴം ചിങ്ങം രാശിയിൽ പ്രവേശിക്കുകയും ആകാശത്ത് മകം നക്ഷത്രം ഉദിച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ദക്ഷിണപ്രയാഗയായ തിരുനാവായയിലെ പുണ്യജലം ഉണരുന്നു. രാജസിംഹാസനം അടയാളമായ മകം നക്ഷത്രം പരമാധികാരത്തെയും വംശമഹിമയെയും പ്രപഞ്ചശക്തിയെ സൂചിപ്പിക്കുന്നു. ഈ പുണ്യഭൂമിയുടെ ആത്മീയ ഔന്നത്യത്തെ ഇത് ശരിയായി പ്രതിഫലിപ്പിക്കുന്നു. ഭാരതപ്പുഴയുടെ ഒരു തീരത്ത് സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും അനുഗ്രഹ സ്വരൂപമായി വിരാജിക്കുന്ന നാവാമുകുന്ദ ക്ഷേത്രമാണ്. മറുവശത്ത് തവനൂർ പ്രദേശത്ത് ബ്രഹ്മാവും ശിവനും സാന്നിധ്യമരുളുന്നു. ഇവയുടെ ഇടയിലൂടെ സുതാര്യമായി ഒഴുകുന്ന ഭാരതപ്പുഴ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ ത്രിമൂർത്തി തത്വങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ദിവ്യ സംഗമമായി മാറുന്നു. ആ ത്രിത്വത്തിന്റെ അന്തരാധാരമായി പ്രകൃതി സ്വരൂപിണിയായ പരാശക്തി മൗന സാന്നിധ്യമരുളുന്നു. ഈ പുണ്യനദിയുടെ രണ്ടു തീരങ്ങളും പരമ്പരാഗതമായി മണൽപ്പാലത്തിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സാധകൻ ആ പാലം കടന്ന് 3 ക്ഷേത്രങ്ങളിലും ദർശനം നേടുമ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ സകല ഭാവങ്ങളിലൂടെയും ആത്മയാത്ര നടത്തുന്നതിന്റെ പ്രതീകാനുഭവം അവന് ലഭിക്കുന്നു. ഭാരതപ്പുഴയിലെ പുണ്യസ്നാനം കഴിഞ്ഞ് നാവാമുകുന്ദനോടുള്ള മൗനപ്രാർത്ഥനയും ആത്മാവിനെ അനുഗ്രഹത്താൽ നിർമ്മലമാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അനേകം യാഗങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും തുല്യമായ പുണ്യമാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്ന് ശാസ്ത്രങ്ങളും പാരമ്പര്യവും സാക്ഷ്യപ്പെടുത്തുന്നു. മാഘമഖം സമയത്ത് തീർത്ഥം പോലും കാലത്തിനു മുന്നിൽ നമിക്കുന്നു. ഈ പുണ്യകാലത്ത് ഭാരതപ്പുഴയിൽ ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമ പുണ്യം ഉണ്ടെന്നാണ് വിശ്വാസം. ദേവന്മാർ പോലും സ്നാനം ചെയ്യുന്ന സ്ഥലമായി കേരളീയ ആത്മീയ പാരമ്പര്യം തിരുനാവായയെ കരുതുന്നു. അതിനാൽ ഇത് ദക്ഷിണ പ്രയാഗ എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവും ആത്മീയവുമായ ചരിത്രം സംഗമിച്ച മാമാങ്കത്തിന്റെ വേദിയായിരുന്നു തിരുനാവായ. അതിനാൽ ഇവിടുത്തെ മാഘമഖം കേവലം ഒരു ചടങ്ങല്ല, അതൊരു ജീവിക്കുന്ന സംസ്കൃതിയുടെ ഓർമ്മയാണ്. 250 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സനാതനധർമ്മ സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന സന്യാസി യോദ്ധാക്കളുടെ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിൽ ഈ പുണ്യകർമ്മം പുനരുജ്ജീവിപ്പിച്ചു. ധർമ്മസംരക്ഷണത്തിൽ പ്രതിജ്ഞാബദ്ധരായ വീരസന്യാസിമാരുടെ ഈ പാരമ്പര്യം പരാശക്തിയുടെ ദിവ്യരക്ഷാശക്തി എന്നു കണക്കാക്കപ്പെടുന്നു. കേരളത്തിൽ സനാതനധർമ്മത്തിന്റെ വലിയൊരു ഉണർവിനെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. കേരളത്തിലെ വിവിധ ആത്മീയ പാരമ്പര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ആസൂത്രണം ചെയ്ത സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവയെ പ്രത്യേകമായി പരാമർശിക്കേണ്ടതുണ്ട്. ചരിത്രപരമായി യുദ്ധഭൂമി കൂടിയായിരുന്ന ഈ പ്രദേശം ഒരേ സമയം സംസ്കാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രമായിരുന്നു. ഭൗതിക ജീവിതത്തിന്റെയും അർത്ഥം, ആത്മീയതയുടെയും മോക്ഷം സംഗമസ്ഥാനമാണിത്. അങ്ങനെ ആത്മീയവും സാംസ്കാരികവും ഭൗതികവുമായ വലിയ പ്രാധാന്യമുള്ള ഇടമാണ് തിരുനാവായ. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആകർഷിച്ച ഈ മഹാമഖം ചരിത്ര പ്രാധാന്യമാർന്ന ആത്മീയ ജാഗരണമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ സനാതനധർമ്മത്തിന്റെ ദൃശ്യമായ ഉണർവ് ഇതിലൂടെ പ്രകടമാണ്. ഈ യാത്ര വെല്ലുവിളികളില്ലാതെ ആയിരുന്നില്ല. അനവധി തടസ്സങ്ങൾ, ദീർഘമായ ഒരുക്കങ്ങൾ, അധികാരികളുടെ അനുമതിയില്ലായ്മകൾ പോലും. എന്നാൽ ശുദ്ധവും നിഷ്കളങ്കവും അചഞ്ചലവുമായ സങ്കല്പത്തിന്റെ ശക്തി എല്ലാത്തിനെയും അതിജീവിച്ചു. ലക്ഷ്യം ശുദ്ധവും പരോപകാര ബോധത്തിൽ ആധാരിതവും ശരണാഗതിയിൽ നിവേദിതവുമാകുമ്പോൾ പരാശക്തി
സ്വയം സാധകരുടെ അനുഗ്രഹത്തിനായി അവരിലൂടെ ചലിക്കുന്നു.